ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിന്റെ ഒക്കെ സ്ലീവ്സിൽ അല്ലെങ്കിൽ ഈവൻ ചുരിദാറിന്റെ ആണെങ്കിലും സ്ലീവ് പോർഷനിലോ നെക്ക് പോർഷനിലോ ഒക്കെ ഇതുപോലെ പാരലൽ ലൈൻസ് ആയിട്ട് സ്റ്റോൺസ് എങ്ങനെ വെക്കാം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് നല്ല ചെറിയ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഈ സ്റ്റോൺസ് മെസ്സി ആവാതെ കറക്റ്റ് ലൈൻ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ആ വരച്ചിരിക്കുന്ന ലൈൻസിൽ എങ്ങനെ കൃത്യമായി സ്റ്റിക്ക് ചെയ്ത് ഭംഗിയായിട്ട് ഇത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോ എനിക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ തന്നിട്ടുള്ള ഒരു സാരിയാണ്, ആ സാരിയുടെ ബ്ലൗസ് ആണിത്. അപ്പൊ ഇതിനകത്തുള്ള കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡിലുള്ള നല്ലൊരു സാരിയാണ്. അപ്പൊ അതിന് ചേരുന്ന വർക്കാണ് നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി ബേസിക്കലി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് സ്റ്റോൺസ് വേണം ഒബ്വിയസ്ലി. അപ്പം ഗോൾഡൻ ആൻഡ് സിൽവർ സ്റ്റോൺസ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ലീവിൽ ചെയ്ത് കഴിഞ്ഞു. ഈ സ്റ്റോൺസ് 50 rupees ആണ് പെർ പാക്കറ്റ് എനിക്കായത്. ഞാനൊരു സ്ലീവിലും ഓൾറെഡി നെക്ക് ലൈനിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കിത് കിട്ടും. ഇതാണ് ഏറ്റവും ബേസിക്കലി വേണ്ട സാധനം. രണ്ട്, നമുക്ക് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോക്കും ടേപ്പും ഒക്കെ വേണം. ചോക്ക് ഇതിപ്പോ ഞാൻ ഇച്ചിരി ഉപയോഗിച്ച് പഴകിയതാണ്. പക്ഷെ മാക്സിമം നിങ്ങൾ ഫ്രഷ് ചോക്ക് എടുക്കുക വരയ്ക്കാൻ. കാരണം വളരെയധികം ഗ്യാപ്പ് ഇല്ല ലൈൻസ് തമ്മിൽ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടാനും നല്ല പെർഫെക്റ്റ് ലൈൻ കിട്ടാനും കുറച്ച് പുതിയ ചോക്കാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ വേണ്ടത്, ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗം എന്ന് പറയുന്നത്, ഇത് കമ്പനിയുടെ പേര് ഇതൊക്കെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ ലോക്കൽ ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പലരും ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്. എന്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അഡ്ഹസീവ് ഫോഴ്സ് കിട്ടുന്ന ഗം നമുക്ക് ക്രാഫ്റ്റ് ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫാബ്രിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫാബ്രിക് ഗ്ലൂ അല്ലാതെ, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഫാബ്രിക് ഗ്ലൂ അല്ലാതെ കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ളതാണിത്. വാഷ് ചെയ്താലൊന്നും ഒട്ടും പോവില്ല. അതുപോലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും സ്റ്റോൺസ്, മിറർ, അതൊക്കെ വലിയതൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഒട്ടി നിന്നോളും. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ വർത്ത് ഇറ്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ വലിയ ട്യൂബാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ആക്ച്വലി എന്റെ ചെറിയ ട്യൂബ് അവൈലബിൾ ആണ്. ഞാൻ വലിയ ട്യൂബ് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ടിപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു മെറ്റാലിക് ടിപ്പാണ് വരുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ലൈൻ അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ഇത് ഇടാൻ പറ്റും. പക്ഷെ ഇതിന്റെ ചെറിയ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അതിപ്പോ തീർന്നുകൊണ്ടാണ് ഞാൻ വലുതെടുത്തത്. അപ്പൊ അതുകൊണ്ടിട്ട് ചെറിയ ട്യൂബ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഫാബ്രിക് ഗ്ലൂ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനത് പറഞ്ഞുള്ളൂ. ബിസൈഡ്സ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇതിന്റെ ഹോൾ അടഞ്ഞു പോവില്ല. അങ്ങനെ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ട രീതിയിൽ അങ്ങനെയാണ് ഇവർ എന്റെ ക്യാപ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ടൂൾ എന്ന് പറയുന്നത് ഇതാണ് സാധനം. നമ്മുടെ ആരി വർക്കിന്റെ നീഡിലാണിത്. ശരിക്കും ആരി വർക്കിന് നിങ്ങൾ യൂസ് ചെയ്യണ നീഡിൽ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഈ സൈസ് ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നതല്ല. ഇത് കുറച്ച് വണ്ണുള്ളതല്ലേ. ഞാൻ കുറച്ചും കൂടിയും തിന്നായിട്ടുള്ള ടൈപ്പ്, കുറച്ചും കൂടിയും ഇതായിട്ടുള്ള, മിക്കവാറും ബീഡ് വർക്ക് ഒക്കെ ചെയ്യാനുള്ള കൊണ്ടിട്ട് അങ്ങനെയുള്ളതാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇത് 9mm ആണ് ഈ നീഡില്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരി വർക്കിന്റെ നീഡിൽ തന്നെ വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം ടിപ്പ് നല്ല തിന്നായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുപോലൊരു ടൂള് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിനകത്ത്. അതെന്തിനാണെന്ന്, ഇതാണ് എന്റെ സീക്രട്ട് ടൂൾ എന്ന് പറയുന്നത്. എന്തിനാണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ ആദ്യം മെഷർമെന്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇപ്പൊ ഇതിൽ മെഷർമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്ലീവിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റ് സെന്റർ കിട്ടാൻ. ഈവൻ നെക്കിലാണെങ്കിലും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ഹാഫായിട്ട് മടക്കാം. ഇപ്പൊ ഞാൻ സ്ലീവ് പോർഷൻ വെച്ചിട്ട്, സ്ലീവിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ വെച്ചിട്ട് കറക്റ്റ് ഹാഫായിട്ട് മടക്കിയിരിക്കാം. ഹാഫ് മടക്കിയിട്ട് നമ്മൾ ചോക്ക് എടുത്തിട്ട് ആ സെന്ററിൽ കൂടെ ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആ സെന്ററിൽ ഇത് കിട്ടും. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് 20 cm ആണ്. ഈ എഡ്ജിൽ നിന്ന് 20 cm ആണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെന്റ്. ആ 20 cm മാർക്ക് ചെയ്യുക. അതുവരെയുള്ള ഒരു വര നിങ്ങൾ വരയ്ക്കാം. എന്നിട്ട് ഞാൻ ആക്ച്വലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, കൂടുതൽ ആളെന്ന് കഷ്ടപ്പെടാനൊന്നും പോയില്ല. ഈ ടേപ്പിന്റെ വീതി വെച്ചിട്ട് 16 cm നെക്സ്റ്റ് ഒരു ലൈൻ വരച്ചു. കണ്ടോ, നെക്സ്റ്റ് ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ആ 16 cm അവിടെ വെച്ചിട്ട് പിന്നെ 12 ഒരെണ്ണം വരച്ചു. ഇതിന്റെ ഇടയ്ക്ക് ലൈൻസ് ഉണ്ട്, എനിക്കറിയാം, അത് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. പിന്നെ 8 വരച്ചു. ഞാനിപ്പോൾ ഇത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സ്ലീവിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ പോർഷനൊക്കെ കൈയുടെ അടിയിലായിരിക്കും. അതൊന്നും എന്തായാലും ആരും കാണാനൊന്നും പോകുന്നൊന്നുമില്ല. ബിസൈഡ്സ് ഇറിറ്റേറ്റിംഗും ആയിരിക്കും ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഈ പുറത്തെ പോർഷനിൽ മാത്രം മതി എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇടയിലുള്ള ലൈൻസ് വരയ്ക്കാൻ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ രണ്ട് സൈഡിലേക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരച്ചു കഴിഞ്ഞ ശേഷം ഈ ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് ഈ ടേപ്പ് ഇങ്ങനെ വരുന്ന രീതിക്ക്
വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊക്കെ കെയർ മതി. നമ്മൾ ഒരുപാടൊന്നും തെറ്റി എന്തായാലും പോകില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് സെന്ററിലാണോ അല്ലയോ എന്ന്. ടേപ്പ് വെക്കുക. എന്നിട്ട് 18 സെന്റിമീറ്റേഴ്സിൽ ഒരു ലൈൻ അപ്പുറത്തും ഇപ്പുറത്തും വരച്ചിട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞ് 18 സെന്റിമീറ്ററിന്റെ അവിടെ വെക്കുക. എന്നിട്ട് 14 ഒരു ലൈൻ വരയ്ക്കുക. ആ 14 അവിടെ വയ്ക്കുക, 10 വരയ്ക്കുക. അതായത് എസെൻഷ്യലി നമ്മളുടെ ഓരോ ലൈനും തമ്മിൽ 2 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും ഗ്യാപ്പ് വരാം. നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഈ എഡ്ജ് ഇങ്ങനെ ഒന്ന് മാർക്കാൻ ശ്രദ്ധിക്കണം. ചോക്ക് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അത് എന്തായാലും മാഞ്ഞു പോകും. ഇനി അഥവാ ഒട്ടും മാഞ്ഞു പോയില്ലെങ്കിൽ ചെറുതായിട്ട് ഒരു നല്ല ക്ലീൻ ക്ലോത്ത് ആയിരിക്കണം, അതൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മായാത്ത എന്ത് ചോക്കിന്റെ മാർക്കുണ്ടെങ്കിലും പോയിക്കോളും. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഒരു തരത്തിലും അങ്ങനെ പോരാത്തൊരു ഗ്ലൂ ആയതുകൊണ്ടിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കുക വേണ്ട, അതെന്തായാലും പോയിക്കോളും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ ഏറ്റവും അരികത്തത് നമുക്ക് ആദ്യം ചെയ്യാം. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ സിൽവറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഏറ്റവും എഡ്ജിലുള്ളത്. അപ്പൊ നമുക്ക് സിൽവറിൽ നിന്ന് തന്നെ തുടങ്ങാം. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഇതുകൊണ്ടിട്ട് ആ വരച്ചിരിക്കുന്ന വരയിൽ കൂടെ വരച്ചാൽ മതി. ഒരുപാട് ഗമ്മിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക്. അത് ഞാൻ പറഞ്ഞു, ഇത് എക്സ്പെൻസീവ് ആണെങ്കിലും ഇറ്റ്സ് ടോട്ടലി വർത്ത്. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഈ ഗമ്മിന്റെ പരസ്യം ഏറ്റെടുത്തിട്ട് പറയുകയാണെന്ന്. ആക്ച്വലി ഇത് എവിടെ നിന്ന് വരുന്നോ എങ്ങനെ വരുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയണത്. എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാൻ ഓർക്കുക, ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോ. ഇനിയാണ് നമ്മുടെ ട്രിക്ക് വരുന്നത്. ഇങ്ങനെ ഇരിക്കല്ലേ, ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഓരോന്ന്, ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക, ഇതിങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടിപ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എന്ത് ടൂളാണ് നിങ്ങൾ എടുക്കണമെങ്കിലും അതിന്റെ ടിപ്പ്, ഞാൻ ട്വീസർ കൊണ്ടൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നില്ല. അപ്പൊ എളുപ്പമുള്ള കാര്യം വെച്ചാൽ ജസ്റ്റ് ഇതിനൊന്ന് ഗമ്മിൽ ഡിപ്പ് ചെയ്യുക. ഗമ്മിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിങ്ങി കൂടെ പോരും. കണ്ടോ? ഓക്കെ, എന്നിട്ട് അതിനെ കൊണ്ട് അങ്ങ് എഡ്ജിൽ വെച്ച് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. കറക്റ്റ് പൊസിഷനിലൊക്കെ തള്ളി നീക്കാം. ഇതിനകത്തുനിന്ന് സുഖമായിട്ട് നമുക്കിതാ എടുക്കുക, വെക്കുക. നമുക്ക് ചെയ്യുമ്പോൾ ഇത്ര എളുപ്പമാണോ എന്ന് തോന്നിപ്പോകും. കാരണം ഞാനൊക്കെ പണ്ട് ശരിക്കും നമ്മൾ ഓരോന്നായിട്ട് ട്വീസർ കൊണ്ടിട്ട് ഇവിടെ സ്കെയില് വെച്ച് കറക്റ്റ് ലൈനാക്കി ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഇതിനുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രാവശ്യം ഗമ്മിൽ ഡിപ്പ് ചെയ്താൽ അത്യാവശ്യം കുറച്ച് നേരം അതിന്റെ ഒരു എഫക്റ്റ് ഇതിന്റെ ടിപ്പിൽ കാണും. കാരണം അത്രയ്ക്ക് നല്ല ഗമ്മാണെങ്കിൽ അത് നടക്കുള്ളൂ. നല്ല ഗം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കണം, എന്നാൽ ഭയങ്കര പെട്ടെന്ന് ഉണങ്ങുന്ന ആവുകയും ചെയ്യരുത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു ഡയറക്ഷൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈനിങ് ഇട്ടിട്ടുള്ള ബ്ലൗസ് ആണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ യാതൊരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ മുകളിൽ വെച്ച് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ലൈനിങ് ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയാ, തീരെ തിന്നായിട്ടുള്ള ഇപ്പോൾ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ഗമ്മ് താഴെ പോകാൻ സാധ്യതയുണ്ട്. അവസാനം താഴത്തെ ക്ലോത്തുമായിട്ട് ഒട്ടും. ഈ ഗം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ തുണി കീറിയാലും വിട്ടു പോരില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ അടിയിലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റോ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ? അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിയും കൂടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോൺസ് എടുക്കാൻ വേണ്ടിയിട്ടേ ഗമ്മിട്ട് അപ്പൊ തന്നെ നമ്മൾ ഗമ്മിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് പിടിക്കണമെന്നില്ല. ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഗം ചെറുതായിട്ടൊന്ന് ഉണങ്ങും. എന്നിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് ഈ സ്റ്റിക്കിനോട് സ്റ്റോൺസ് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ അവിടെയും ഗമ്മിന് കുറച്ച് അഡസീവ് ഫോഴ്സ് വരിക. ഇത് അങ്ങനത്തെ ഒരു ഗമ്മാണ്, അപ്പം അതിന് ഫോഴ്സ് വരിക ഒരു ഇച്ചിരി ഉണങ്ങി കഴിയുമ്പോഴാണ്. അപ്പൊ തന്നെ അല്ലാതെ നന്നായി സ്റ്റിക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ടിട്ട് കണ്ടോ 2 എണ്ണമൊക്കെ എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റേത് മെത്തേഡിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടിയും എന്താ പറയാ എളുപ്പമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ടൈം ഇതിനെടുക്കുകയില്ല. എന്താ പറയാ എത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വലിയ സ്കില്ലൊന്നും ഇതിനകത്ത് ആവശ്യമില്ല, ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
പ്രത്യേകിച്ച് നമ്മൾ ഈ ചെറിയ സ്റ്റോൺസ് വെക്കുമ്പോൾ ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. വലിയ സ്റ്റോണൊക്കെ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും ഇപ്പം ഈ ഡിസൈൻ ബൈ ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനോ മോട്ടിഫോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഇതേ സെയിം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് എത്ര വളഞ്ഞ ലൈൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ ഷോർട്ട് ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് ഗമ്മിട്ടിട്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കണേ. വലിയ വലിയ ലൈൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗം ഉണങ്ങി പോവും. അപ്പൊ ചുമ്മാ നമ്മൾ വീണ്ടും വീണ്ടും ഗമ്മ് വീണ്ടും വീണ്ടും ഇടേണ്ടി വരും. നല്ല എന്താ പറയാ, ശരിക്കും അല്ലാണ്ട് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണ്ട പണിയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇത് അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് അതിങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പോ ട്രിക്കോ ഉണ്ട് നിങ്ങൾ ചെയ്യണേ, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പമാക്കാൻ ചെയ്യണമെങ്കിൽ എന്നോടും കൂടെ പറയാ. ഞാനിത് ഫുൾ ടൈം ചെയ്യണ ആളായതുകൊണ്ട് നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഡൺ. അങ്ങനെ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലൈൻ സിമിലർ ആയ രീതിയിൽ ഞാൻ ഗോൾഡൻ വെച്ചിട്ടാണ് സെക്കൻഡ് ലൈൻ ചെയ്യാൻ പോണേ. അതുപോലെ ചെയ്യുക. അങ്ങനെ ഫുൾ ബ്ലൗസ് ചെയ്ത് തീർക്കുക. വെറുതെ ഞാൻ ടൈം കളയുന്നില്ല. ഇപ്പൊ ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ആസ് എ സൈഡ് ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തിൻ എഡ്ജുള്ള ഒരു ടൂള്. അത് ആര്യവർക്കിനെ നീഡിലെടുക്കാം, ക്രോഷ്യയുടെ നമ്മുടെ ക്രോഷ്യയുടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു, യൂഷ്വലി മെറ്റൽ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ബട്ട് ഈവൻ ഈർക്കിലൊക്കെ എടുത്തിട്ടാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ആസ് എ സൈഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ വേ. ശരിക്കും നമ്മൾ കാണുമ്പോൾ നല്ല സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇതുപോലെ കൃത്യമായിട്ട്, ഇപ്പൊ നോക്കൂ എത്ര സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് വന്നിട്ടുള്ളതെന്ന്. അങ്ങനെ കൃത്യമായിട്ട് സ്റ്റോൺസ് വെക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വേറെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണ്, ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ. Thank you. Until next time. Bye bye.